നമസ്കാരം. വളരെ ദുഃഖകരമായ മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. കൊല്ലം കേരളപുരം സ്വദേശിയായിട്ടുള്ള രജിതയെ കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുനക്കുനൂർ സഹകരണ ബാങ്കിലെ ബാങ്ക് സെക്രട്ടറി ആയിട്ടുള്ള രജിതയാണ് വെള്ളിയാഴ്ച രാത്രിയോടെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ മുകളിലത്തെ നിലയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ ഭർത്താവ് വിദേശത്താണ്, മകൻ കോഴിക്കോട് പഠിക്കുകയാണ്. വളരെയധികം വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്തയാണിത്. കാരണം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളാണോ ആത്മഹത്യക്ക് കാരണമെന്ന് അന്വേഷിക്കുന്നു. കാരണം ഞങ്ങൾ ഈ വിവരം അന്വേഷിച്ചിടത്തോളം കുടുംബ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. ഇനി ഏതെങ്കിലും തരത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ എന്ന് ബന്ധുക്കൾ സംശയിക്കുന്നു. ഏതായാലും സ്വാഭാവിക മരണത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുണ്ടറ പോലീസാണ് സ്ഥലത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ നിലവിൽ ബാങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് എപ്പോഴെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിഷയങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ ആർക്കും ബാങ്കിലും നല്ല പബ്ലിക്കുമായിട്ടൊക്കെ നല്ല സഹകരണവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തിയാണ്. ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങളിലല്ലാതെ ഒരു ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഒരു വിഷയമുണ്ടായിട്ട്, കാരണം ബാങ്കൊക്കെ നല്ല സുതാര്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബാങ്കാണ്. അവിടെ ഒരു വേറെ എന്തെങ്കിലും പബ്ലിക്കിന് പോലും അങ്ങനെ ഒരു പരാതികൾ വരാൻ സാധ്യതയില്ല. കാരണം നല്ല നീറ്റായിട്ട് കാര്യങ്ങളെല്ലാം നല്ല ജെന്യുവിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെതായിട്ടുള്ള ലാഭത്തിലുമാണ് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനം. പോലും ആരും പറയാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. സംഭവിക്കുക അത്രയ്ക്കും ബോൾഡായിട്ടുള്ളൊരു മേഡമായിരുന്നു. പിന്നെ നിയമം അനുസരിച്ച് വിശ്വാസമായിരുന്നു. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻ.